അലഹബാദിൽ നിന്നും ജനുവരി 26-നാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത്. ഏതാണ്ട് 3 മണിയോടുകൂടി ഡൽഹിയിലെത്തി. കുറേ ദിവസങ്ങൾ കൊണ്ടുപോയ വസ്ത്രങ്ങളൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടി മെഷീനിലിട്ടു. അപ്പോഴാണ് എൻ്റെ ബ്യൂറോ ചീഫ് അശോകൻ ചേട്ടൻ്റെ ഫോൺ വരുന്നത്. ഉണ്ണി, ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായി. ഉണ്ണി നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ ഗുജറാത്തിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ കയ്യിൽ 10 പൈസ പോലും ഇല്ല. കാരണം ഉണ്ടായിരുന്ന പൈസയെല്ലാം അലഹബാദിൽ ചിലവായി തിരിച്ചു വന്നാൽ. അപ്പം നമുക്കറിയാം അശോകേട്ടൻ നമുക്ക് പൈസ എയർപോർട്ടിൽ എത്തിച്ചു തരും. ഉണ്ണിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ റിപ്പോർട്ടറായ MK അജിത് കുമാർ ഗുജറാത്തിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. മോർണിംഗ് ഫ്ലൈറ്റിൽ ഉണ്ണി എത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. ആ സമയത്ത് ഉള്ള തുണികൾ എന്തൊക്കെയോ അത് എടുത്തു വെച്ചു. കൂടാതെ മാർക്കറ്റിൽ പോയി 2-3 ടീഷർട്ടുകളൊക്കെ വാങ്ങി വെച്ച് പിറ്റേ ദിവസം രാവിലത്തെ 5 മണിയുടെ ഫ്ലൈറ്റിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ലാൻഡ് ചെയ്തു. ഞാൻ ഗുജറാത്തിൽ പോയിട്ടില്ല. ഈ ഓരോ സ്ഥലങ്ങളും നമുക്ക് പോകുമ്പം അവിടെ നിന്ന് നമ്മൾ പോകാത്ത സ്ഥലങ്ങളാണ്. ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ ആ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പം ഞാൻ ഗുജറാത്തിലെത്തി. അപ്പോൾ അശോകൻ എനിക്ക് പേജർ മെസ്സേജ് ഇട്ടിരുന്നു ഇന്ന ഹോട്ടലാണെന്ന്. ഞാൻ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് നേരെ ഹോട്ടലിലെത്തി. ഹോട്ടലിലെത്തിയപ്പം ഞാൻ റിസപ്ഷനിൽ ചോദിച്ചു എൻ്റെ റിപ്പോർട്ടർ MK അജിത് കുമാറിൻ്റെ റൂം ഏതാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഞാൻ മെസ്സേജ് എനിക്ക് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ പേപ്പർ വായിച്ചു നോക്കുമ്പം ഉണ്ണി ഞാൻ സ്പോട്ടിലേക്ക് പോയി, ഉണ്ണി വന്നിട്ട് ഉണ്ണി നോക്കിയിട്ട് എന്താണ് അത് ചെയ്യുക എന്ന് മാത്രം അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. ഞാൻ റൂം എടുത്തു. റൂമിൽ തുണികളെല്ലാം വെച്ചിട്ട് ഞാൻ തിരിച്ച് ഉടനെ റിസപ്ഷനിൽ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു ടാക്സി വേണം. അപ്പം ഞാൻ പറഞ്ഞു ഒരു അഹമ്മദാബാദ് പരിചയമുള്ള ഒരു ടാക്സിക്കാരനെ വിളിക്കണം. കാരണം എനിക്ക് അഹമ്മദാബാദിൽ പല സ്ഥലങ്ങളിൽ പോകണം. എനിക്കറിയില്ല, അഹമ്മദാബാദ് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അവരൊരു ടാക്സിക്കാരനെ അറേഞ്ച് ചെയ്തു. ആ ടാക്സിക്കാരൻ്റെ പേര് ഏതാണ്ട് മുഹമ്മദ് ഷാ എന്നോ എന്തോ സംതിങ്. അദ്ദേഹം വന്നു. ഞാൻ ആ ടാക്സിയിൽ കയറി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് അഹമ്മദാബാദിൽ വരുന്നത്. ഈ ഭൂകമ്പം കൂടുതൽ എഫക്റ്റ് ചെയ്ത ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ ആ സ്ഥലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ എന്നെ കൊണ്ട് പുള്ളിക്കും അത്ര നിശ്ചയമില്ലെങ്കിലും എവിടെയൊക്കെയോ പുള്ളി 2 സ്ഥലങ്ങൾ ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു വീഴുന്ന 2 സ്ഥലങ്ങളിൽ എന്നെ എത്തിച്ചു. ഞാൻ ആ ബിൽഡിങ്ങുകളുടെയൊക്കെ ചിത്രം എടുത്തു. അപ്പം 3ാമതൊരു ബിൽഡിങ് എന്നോട് പറഞ്ഞു ഞാനിപ്പം ആ ഡ്രൈവർ അദ്ദേഹം വേറെ ആരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നടത്ത് ഒരു 5 നില കെട്ടിടം വീണിട്ടുണ്ട്, അവിടെ ഭീകരാവസ്ഥയാണെന്ന് പറഞ്ഞു. ഞാൻ ആ സ്ഥലത്തേക്ക് അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ആ സ്ഥലത്തെത്തി. നമ്മൾ ആ കാറിൽ ഇറങ്ങുമ്പം തന്നെ ഒരു കുട്ടിയുടെ കരച്ചിലാണ് നമുക്ക് കേൾക്കുന്നത്. പപ്പാ മമ്മി മേരക്കോ ബച്ചാവോ, എന്നെ രക്ഷിക്കൂ എന്നൊരു കുട്ടി നിലവിളിക്കുന്ന സൗണ്ടാണ്. അതായത് ഞാനവിടെ എത്തുന്ന ഏതാണ്ട് സമയം 12:10 അല്ലെങ്കിൽ 12:15 അതിൽ കൂടുതലായിട്ടില്ല ഉച്ചയ്ക്ക്. അപ്പം ഈ കുട്ടിയുടെ നിലവിളി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനെ വല്ലാതെ, എനിക്കത് മനസ്സിലായില്ല എന്താണ് ഈ കുട്ടി എന്താ സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെയുള്ള പലരോടും ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ അവർ പറഞ്ഞു ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഈ 6 നില കെട്ടിടമാണ്, അത് മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുക. അതിൻ്റെ അടിയിൽ ഏതോ ഒരു സ്ലാവ് പില്ലറിൻ്റെ ഇടയ്ക്കൊരു കുട്ടി കിടപ്പുണ്ട്. ആ കുട്ടിയുടെ നിലവിളിയാണത്. അപ്പോൾ ഈ കുട്ടിയെ എങ്ങനെ രക്ഷപ്പെടുത്തും? അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ അറിയിച്ചിട്ടുണ്ട്, ഫയർഫോഴ്സ് വന്നിട്ട് എല്ലാവരും ഉണ്ട്, അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവർ വളരെ കാര്യക്ഷമമായിട്ട് ഇതിന് പണിയെടുത്തുകൊണ്ടിരിക്കുക എങ്ങനെ ഈ കുട്ടിയെ രക്ഷിക്കുമെന്ന്. കാരണം അവിടുന്ന് രാത്രി തന്നെ മരിച്ച ബോഡികളും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ അടിയിൽ വേറെ മരണപ്പെട്ട ആൾക്കാരുണ്ടോ എന്നും അതും അറിയില്ല. കാരണം അത്ര ഈ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കൂമ്പാരം കൂടി കിടക്കുക. ഏതാണ്ട് 1 മണി 1:15 ഒരു ഡോക്ടർ സംഘം വന്നു. അപ്പോഴത്തേക്ക് ഈ ഇടിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൂടെ ഒരു തുരങ്കം ഉണ്ടാക്കി. ഈ തുരങ്കം ഉണ്ടാക്കിയത് ഫയർഫോഴ്സിൻ്റെ സംവിധാനത്തോടുകൂടി അവരാണ് ചെയ്തത്. ഈ സംവിധാനം പോയി ആ കുട്ടിയുടെ അടുത്തെത്തി ഈ കുട്ടിയുടെ വലത് കൈ ഡോക്ടർമാർ അവിടെ വെച്ച് മുറിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വലത് കൈയുടെ മുകളിലാണ് ഈ സ്ലാവ് ഇരിക്കുന്നത്. അത് മുറിക്കാതെ ഒരു കാരണവശാലും കുട്ടിയെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത്ര എന്താ പറയുക, നമുക്ക് മക്കളില്ലേ, നമ്മളും ചിന്തിച്ചു പോകില്ലേ, നമ്മുടെ മോളാണ്, ഒരു 7-8 വയസ്സ് അതിൽ കൂടുതൽ ആ കുട്ടിക്കില്ല. അപ്പം ആ കുട്ടിയുടെ
കൈ മുറിച്ച്, ഈ വലത് കൈ മുറിച്ച്, വലത് കൈ അത് തോളിൻ്റെ അവിടെ വെച്ച് ഈ വലത് കൈ മുറിച്ച് അവിടെ അവരെന്തൊക്കെയോ ഈ കത്രികകളൊക്കെ ഘടിപ്പിച്ചെന്തോ അങ്ങനെ എന്തോ ഒരു സംവിധാനം, ആ സമയത്തെ സംവിധാനം എന്തോ ആണ്, രക്തം ബ്ലഡ് അത് ഓടായി എന്തായിരിക്കും, അങ്ങനെയുള്ള സംവിധാനമൊക്കെ ചെയ്ത് കുട്ടിയെ സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സത്യം പറഞ്ഞാൽ ആ പടം എടുക്കാൻ നമ്മുടെയൊക്കെ മനസ്സിങ്ങനെ എന്താ പറയുക ചഞ്ചലപ്പെട്ടു. അതായത് മനസ്സിങ്ങനെ ഹൃദയം ഇങ്ങനെ ഇടിക്കുകയാണ് നമുക്കൊക്കെ ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പം. അത്രയും സമയം നമ്മൾ ആ കുട്ടി പപ്പാ മമ്മി എന്ന് വിളിക്കുന്ന ആ ഒരു പ്രതികരണം, ആ കുട്ടിയുടെ കൈ മുറിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു നിമിഷം, അതൊരു ഫോട്ടോഗ്രാഫറെ സംബന്ധിക്കുന്ന നമ്മുടെ മക്കൾക്കാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് പടമെടുത്തേ ഒക്കെ ഉള്ളൂ. അതിൻ്റെ ചിത്രം ഞാൻ എടുത്ത് ആ കുട്ടിയെ ആംബുലൻസിൽ അപ്പം തന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ ചിത്രം എടുത്താൽ മാത്രം പോരല്ലോ, ഈ ചിത്രം അയക്കണം. എന്ത് ചെയ്യും? കാരണം ഈ ഭൂകമ്പം കൊണ്ട് ഏതാണ്ട് ഗുജറാത്തിൻ്റെ മിക്ക മേഖലകളിലും നെറ്റും ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഷോപ്പുകൾ തുറന്നിട്ടില്ല. എന്ത് അറിയാത്തൊരു അന്തരീക്ഷമാണ്. ഞാൻ എന്ത് ചെയ്യും? എന്തായാലും ഷോപ്പുകൾ തപ്പാം. അങ്ങനെ കാർ ഡ്രൈവറോട് പറഞ്ഞു, ഇങ്ങനെ ഈ ലാബുകളുള്ള ഏതെങ്കിലും ഷോപ്പുകളുണ്ടോ, കടൽ ലാബുള്ള സ്ഥലം. അപ്പോൾ അങ്ങനെ അദ്ദേഹം നമ്മളെ കൊണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി. പല സ്ഥലങ്ങളിൽ നിന്നപ്പോൾ കടയെല്ലാം അടച്ചിരിക്കുകയാണ്. എന്തോ ഒരു ദൈവാധീനം, അവിടുന്ന് ഏതാണ്ട് 3/4 മണിക്കൂർ യാത്രയിൽ ഒരു ലാബ് കണ്ടുപിടിച്ചു. ആ ലാബ് കണ്ടുപിടിച്ച് അവിടെ ഫോട്ടോ വാഷ് ചെയ്തു. ഫോട്ടോ വാഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിലുണ്ട്, ഇത് ഇനി എങ്ങനെ അയക്കും, എന്താണ് ഇതിൻ്റെ പ്രതിവിധി, എങ്ങനെ ഇത് കോഴിക്കോട് ചിത്രം എത്തണമല്ലോ, നമ്മൾ എന്ത് ചെയ്യും? സമയം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4 മണിയിലേക്കെത്തി. അപ്പോഴാണ് പൈനിയർ പത്രത്തിൻ്റെ ഡൽഹി ഫോട്ടോഗ്രാഫർ ആ കളർ ലാബ് അന്വേഷിച്ച് അവനും ഈ ഫോട്ടോ വാഷ് ചെയ്യാൻ അവിടേക്ക് വന്നു. സഞ്ജീവ് രസ്തോഗി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ എനിക്ക് ഡൽഹിയിൽ പരിചയമുള്ള ബന്ധമുള്ള വ്യക്തിയാണ്. അപ്പോൾ സഞ്ജീവിനോട് ഞാൻ പറഞ്ഞു, എടാ എന്നെ ഒന്ന് രക്ഷിക്കണം, എൻ്റെ കയ്യിൽ വേറെ ഇതൊന്നുമില്ല, എനിക്ക് പടം ഒന്ന് അയക്കാൻ പറ്റണം. അപ്പോൾ അവൻ പറഞ്ഞു, ഉണ്ണി, ഞങ്ങളുടെ ഓഫീസ് ഇവിടുന്ന് 25 കിലോമീറ്റർ ദൂരെ ഗാന്ധിനഗറിലാണ്. അവിടെ പോയാൽ നിൻ്റെ പടം അയക്കാമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ബ്യൂറോ ചീഫിൻ്റെ മനസ്സ് പോലിരിക്കും. അദ്ദേഹം സമ്മതിച്ചാൽ ഈ പടം അയക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇത് അയക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിക്കുന്ന ഞാൻ കരയ്ക്കുമല്ല കടലിലുമല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ മേലാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുക. ഞാൻ എന്തായാലും തീരുമാനിച്ചു, ഈ രസ്തോഗിക്കൊപ്പം പോവുക, നോക്കാം. ഞാൻ അവിടുന്ന് 25 കിലോമീറ്റർ എൻ്റെ ടാക്സിയിൽ തന്നെ രസ്തോഗിയം കയറ്റി ഗാന്ധിനഗറിലെത്തി. ഗാന്ധിനഗർ പയനിയറിൻ്റെ ഒരു ചെറിയ ബിൽഡിങ്ങാണ്, വളരെ ചെറിയൊരു വീട് പോലത്തെ ഓഫീസാണ്. സഞ്ജീവ് രസ്തോഗി അകത്ത് കയറി അവൻ്റെ ബ്യൂറോ ചീഫിനോട് സംസാരിച്ചു, അവരുടെ പടങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ മാതൃഭൂമി എന്ന പത്രം, കേരളത്തിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫറുണ്ട്, എൻ്റെ കൂട്ടുകാരനാണ്, അദ്ദേഹത്തിനൊരു 3 പടം അയക്കണം, അത് സാറിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സത്യത്തിൽ അവൻ വരുന്ന പ്രതീക്ഷിച്ച് ഞാൻ വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം, അയക്കാമെന്ന് അദ്ദേഹം പറയും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുമ്പം രസ്തോഗി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഉണ്ണി, പുള്ളി പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്നെ സംബന്ധിക്കുന്ന അപ്പോഴത്തേക്ക് സമയം 6 മണി കഴിഞ്ഞു. ഈ പടം ഡെസ്കിൽ കിട്ടിയില്ലെങ്കിൽ മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ആകെ നമ്മളെ വിട്ടതിന് ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയായിപ്പോവും. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ മനസ്സിലാലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് കയറി കണ്ടോട്ടെ പുള്ളി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കണ്ടോളാൻ പറഞ്ഞു. ഞാൻ ഈ മുറിക്കകത്തേക്ക് കയറി. എന്നേക്കായി ഒരു 10 വയസ്സ് മുതിർന്ന ആളാണ് ബ്യൂറോ ചീഫ് അവിടുത്തെ. അതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ വടക്കേ ഇന്ത്യക്കാർ ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് തൊട്ടു, നമസ്കരിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, എൻ്റെ പുതിയ ജോലിയാണ്, മാതൃഭൂമി എന്നൊരു പത്രമാണ്, കേരളത്തിലെ 2nd ലാർജസ്റ്റ് ന്യൂസ് പേപ്പറാണ്. എനിക്ക് ഈ ചിത്രങ്ങൾ അയച്ചില്ലെങ്കിൽ എൻ്റെ ജോലി പോവും. സാർ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു പക്ഷേ എൻ്റെ മുഖത്ത് കണ്ട ആ വിഷമസ്ഥിതിയാണോ അതോ നമുക്ക് ഉണ്ടായിരുന്ന ദൈവാനുഗ്രഹമാണോ എന്താണോ? പുള്ളി പെട്ടെന്ന് പറഞ്ഞു, ശരി ഉണ്ണി പടം തരുമെന്ന് പറഞ്ഞു. ഞാനപ്പം
3 പടം നീട്ടിയും പുള്ളി പറഞ്ഞു 3 ഉള്ളോ എന്ന് ചോദിച്ചു. പുള്ളി എന്നോട് 5 പടം മേടിച്ച് പുള്ളി അത് അവരുടെ ഇതിൽ സ്കാൻ ചെയ്ത് പുള്ളി അത് മാതൃഭൂമി ഡെസ്കിലേക്ക് അയച്ചു കൊടുത്തു. എന്നോട് അഡ്രസ്സ് ചോദിച്ചു, അഡ്രസ്സ് ഞാൻ പറഞ്ഞു കൊടുത്തു, അദ്ദേഹം അത് അവിടെ ഇട്ടു. പക്ഷേ അവിടെയും തീർന്നില്ല. അവിടെയും ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് അവിടെയും തീർന്നില്ല. കാരണം ഇതിൻ്റെ ക്യാപ്ഷൻ എന്താണെന്ന് നമുക്ക് കൊടുക്കണം. ക്യാപ്ഷൻ എങ്ങനെ കൊടുക്കും? നമ്മുടെ കയ്യിൽ ഉള്ളത് ഈ പേജറാണ്. ഞാൻ അവിടുന്ന് എൻ്റെ ബ്യൂറോ ചീഫ് അശോകട്ടനെ വിളിക്കൽ അശോകട്ടന് മെസ്സേജ് അയച്ചു. അശോകട്ട, പടങ്ങൾ ഞാൻ സെൻഡ് ചെയ്തു. ഞാൻ ക്യാപ്ഷൻ അടുത്തെവിടെയെങ്കിലും ഒരു ബൂത്ത് കാണുകയാണെങ്കിൽ അവിടുന്ന് ഞാൻ ക്യാപ്ഷൻ പറഞ്ഞു തരാം, അശോകട്ടൻ എഴുതിയാൽ മതി എന്നൊരു മെസ്സേജ് പുള്ളി കൊടുത്തു. അത് ഷോർട്ട് മെസ്സേജാണ്. അത് കഴിഞ്ഞിട്ട് രസ്തോഗി അവരുടെ ഓഫീസിൽ തന്നെ നിന്നു. ഞാൻ അവിടെ നിന്ന് ഈ കാറെടുത്ത് നേരെ അഹമ്മദാബാദിലേക്ക് തിരിക്കുക. അപ്പോൾ തിരിക്കുക എന്ന് പറയുമ്പോൾ ഈ സാങ്കേതിക പ്രശ്നങ്ങളുള്ള കാരണം വഴിയിലൊന്നും കരണ്ടില്ല. കൂരിരുട്ടിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ വണ്ടി ഓടിച്ചു പോകുന്നത്. വളരെ മുന്നോട്ട് പോയപ്പോൾ ഒരു STD ബൂത്ത്, അത് STD ബൂത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വെട്ടത്തിൽ ഒരു STD ബൂത്താണ്. ഞാൻ ആ ബൂത്തിനവിടെ വണ്ടി നിർത്തിച്ചു. ഞാൻ ഇറങ്ങിച്ചെന്നു. അപ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യനും ഒരു മകളും അവിടെ ഇരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, കണക്ഷനൊന്നും ശരിയല്ല. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് വന്ന ഒരു പത്രക്കാരനാണ്, എനിക്ക് ഒരു ഫോൺ അർജൻറ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്, എൻ്റെ വീട്ടിൽ വിളിക്കാനാണ്. അപ്പം നമുക്ക് ഒരുമാതിരി ഹിന്ദി വശമായി കഴിഞ്ഞായിരുന്നു. അപ്പം വീട്ടിൽ വിളിക്കാനാണ്, ഒരു കാര്യം പറയാനാണ്. കാരണം ഞാൻ ഗുജറാത്തിലാണ്, ഭൂകമ്പമൊക്കെ അല്ലേ, അതുകൊണ്ടൊരു കാര്യം പറയാനാണ്. അവർ ഇതുമെല്ലാം നമ്മുടെ മുഖത്തെ വിഷമമായിരിക്കും. ഒരു പക്ഷേ അവർ ശരി വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ 3-4 പ്രാവശ്യം ഡൽഹി നമ്പറിൽ വിളിച്ചിട്ടാണ് എനിക്ക് അശോകട്ടനെ കിട്ടുന്നത്. അശോകട്ടനോട് ക്യാപ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇങ്ങനെ ബിൽഡിങ് വീണ സ്ഥലത്ത് ഈ കുട്ടിയെ കൈമുറിച്ച് പുറത്തായി, ആ കാര്യങ്ങളെല്ലാം അശോകട്ടനോട് പറഞ്ഞു. അശോകട്ടൻ അതൊക്കെ എഴുതിയെടുത്തു. വേറെ 2 സ്ഥലത്തെ ചിത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം അശോകട്ടൻ എഴുതിയെടുത്തപ്പോൾ അശോകട്ടൻ എന്നോട് പറഞ്ഞു, ഉണ്ണി എത്രയും പെട്ടെന്ന് അഹമ്മദാബാദിലെത്തൂ. ഈ ഭൂകമ്പം ഏറ്റവും എഫക്റ്റ് ചെയ്ത സ്ഥലം അഹമ്മദാബാദ് അല്ല, ഭുജ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുന്ന് ഒരു രാത്രിയുടെ യാത്രയുണ്ട്. ഏതാണ്ട് ഒരു രാത്രി അല്ലെങ്കിലും ഒരു 6-8 മണിക്കൂറിൻ്റെ യാത്രയുണ്ടെന്ന് പറഞ്ഞു. അപ്പം എത്രയും പെട്ടെന്ന് ഹോട്ടലിലെത്താൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് ടാക്സി ഡ്രൈവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോട്ടലിലെത്തണമെന്ന് പറഞ്ഞു. പുള്ളിയുടെ മാക്സിമം സ്പീഡ് അനുസരിച്ച് നമ്മൾ ഈ ഹോട്ടൽ. അപ്പോൾ ഈ നമ്മളെ സംബന്ധിക്കുന്ന അന്നത്തെ ദിവസം ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് രാവിലെ 4 മണിക്ക് എയർപോർട്ടിൽ പോയ മുതൽ ഇങ്ങോട്ട് ആഹാരം കഴിച്ചിട്ടില്ല. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ ഈ ഹോട്ടലിൽ ചെല്ലുമ്പോൾ 11 മണിയായി. ഹോട്ടൽ ബോയിയെ വിളിച്ചിട്ട് എന്തെങ്കിലും ആഹാരം കിട്ടുമെന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു ആഹാരം എല്ലാം കഴിഞ്ഞു, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ബ്രെഡിൻ്റെ പീസ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ബ്രെഡ് ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി അവിടെ പോയിട്ട് വന്നിട്ട് പറഞ്ഞു ബ്രെഡും ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു ബ്രെഡിൻ്റെ ഈ ആദ്യവും അവസാനവും വരുന്ന പീസുകളുണ്ട്, തടിപ്പീസ്. ഞാൻ പറഞ്ഞ ആ 2 തടിപ്പീസ് കിട്ടിയാലും കാരണം ഒന്നും കഴിച്ചിട്ടില്ലാത്ത ദിവസമാണ്. അങ്ങനെ ആ റൂം ബോയ്ക്ക് തോന്നി ശരി എന്നാൽ തടിപ്പീസ്, ആ 2 തടിപ്പീസ്, അതിൻ്റെ കൂടെ ഒരു സിംഗിൾ ബ്രെഡിൻ്റെ പീസും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 പീസും കൂടെ തന്നു. അതും പച്ചവെള്ളവുമാണ് അന്നത്തെ ആഹാരം എനിക്ക്. രാത്രി ഏതാണ്ട് 2 മണിയോടുകൂടി വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് വേറെ ഭുജിലേക്ക് പോകാനുള്ള അറേഞ്ച് ചെയ്ത്. അപ്പം നമ്മുടെ കൂടെ ജോൺ ബിട്ടാസ്, ദേശാഭിമാനിയുടെ ഡൽഹി ലേഖകൻ ജോൺ ബിട്ടാസ്, പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ജഗദീപിൻ്റെ ക്യാമറാമാൻ, അങ്ങനെ ഇത്രയും പേരുണ്ടായിരുന്നു. ഇവർക്കൊപ്പം ഭുജിലേക്ക് യാത്ര തിരിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ആ സമയത്ത് നമ്മൾ അവിടുത്തെ ആരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമ്മൾ അഹമ്മദാബാദിൽ വന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടായത് അഹമ്മദാബാദിലാണെന്ന്. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ അഹമ്മദാബാദാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ വരുന്നൊരു സംഭവം. പക്ഷേ അഹമ്മദാബാദിലല്ല ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടായത്, ഏറ്റവും കൂടുതൽ ഭുജിലാണ് എന്നാണ് പിന്നീട് ഈ പല ആൾക്കാരോട് സംസാരിച്ചതനുസരിച്ച് അറിഞ്ഞത്. അവിടെ നമ്മൾ ഭുജിലേക്ക് യാത്ര തിരിക്കുമ്പോൾ തന്നെ ഭുജിലേക്ക് നമ്മൾ പോകുമ്പം പല വഴികളും
വിണ്ട് കീറി നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്, അതായത് സൈഡിൽ കൂടെ വളരെ കഷ്ടപ്പെട്ടാണ് റോഡുകൾ പലതും വിണ്ട് കീറിയിരിക്കുകയായിരുന്നു ഈ ഭുജിലേക്ക് പോകുമ്പോൾ. അവിടെ എത്തി ഞാനും എൻ്റെ കൂടെ എൻ്റെ റിപ്പോർട്ടർ MK അജിത് കുമാർ, അദ്ദേഹവും ഞാനും അവിടെ എത്തും. അവിടെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ഒരു വീടുകൾ പോലും നോർന്നു നിൽക്കുന്നില്ല, എല്ലാം നിലം പതിച്ചിരിക്കുകയാണ്. കാരണം ഒരു വീട് പോലും അവശേഷിച്ചിട്ടില്ല എന്ന് പറയാം, അതുപോണക്കുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം അവിടെ ചെന്ന് ഇറങ്ങുമ്പം കണ്ട മുഴുവൻ കെട്ടിടങ്ങളും ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുക, ആൾക്കാർ വിലപിക്കുന്നു, രക്ഷാപ്രവർത്തനം ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. രക്ഷാപ്രവർത്തനം വളരെ ലേറ്റായിട്ടാണ് അവിടെ എത്തിയത്, കാരണം ഈ ഭുജിലേക്ക് എത്താനുള്ള സംവിധാനത്തിൻ്റെ കുറവ് കൊണ്ടും പിറ്റേ ദിവസമൊക്കെയാണ് കൂടുതലായിട്ടുള്ള രക്ഷാപ്രവർത്തനം കൂടി വന്നത്. പോലീസും പട്ടാളവും എല്ലാം അതിനുശേഷം ഇറങ്ങുകയും ഭീകരമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ തുടങ്ങുകയും നമുക്ക് അവിടുന്ന് നമ്മൾ ഓരോ സ്ഥലങ്ങളും സ്പോട്ട് ചെയ്ത് പോകുമായിരുന്നു. അപ്പോഴാണ് ഒരു സംഭവം അറിയുന്നത്, ജനുവരി 26 ഒരു സ്കൂളിൽ നിന്നുള്ള ഏതാണ്ട് 25-26 കുട്ടികൾ ജനുവരി 26 പദയാത്ര നയിച്ചു. ആ പദയാത്രയിൽ ആ കുട്ടികൾ പോയ വഴിയിലാണ് ഒരു ബിൽഡിംഗ് അവരുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ആ കംപ്ലീറ്റ് കുട്ടികളും മരിച്ചുപോയി. ആ കുട്ടികളുടെ ബോഡി എടുക്കാൻ വേണ്ടി തന്നെ എത്രയോ ദിവസങ്ങൾ എടുത്തു എന്ന് വേണം പറയാൻ. ആ കുട്ടികളുടെ ബോഡികൾ എടുക്കാൻ വേണ്ടി എത്രയോ ദിവസങ്ങൾ എടുത്തു ആ ബോഡികൾ കണ്ടുപിടിക്കാനും ആ ബോഡികൾ എടുക്കാനും. കാരണം ഈ ഒരു ബിൽഡിംഗ് മുഴുവൻ ആ കുട്ടികളുടെ പുറത്തെ, കാരണം ദേശീയ ഗാനം പാടിപ്പോയ കുട്ടികളുടെ മുകളിലേക്കാണ് ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നത്. അത് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ആ കുട്ടികൾ പോയ വഴിയും പിന്നെ ഓരോ ദിവസങ്ങളായിട്ട് ഓരോരോ സ്റ്റോറികൾ നമുക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഏതാണ്ട് 13-14 ദിവസം അവിടെ. വേറൊരു കാര്യങ്ങളുണ്ട്, ഈ ഭുജിയിൽ നിന്ന് പടമെടുത്ത് തിരിച്ച് അഹമ്മദാബാദി വന്നെങ്കിൽ മാത്രമേ നമുക്കിത് അയക്കാൻ പറ്റുള്ളൂ. ഭുജിലെ സംവിധാനങ്ങൾ കംപ്ലീറ്റ്, ഇലക്ട്രിസിറ്റി പോലും ഇല്ല, ഒരു ഹോട്ടൽ പോലും ഇല്ല ചോവിന് താമസിക്കാൻ. സകല ഹോട്ടലുകളുടെയും ഭിത്തികൾ വിള്ളലാണ്. എന്നിട്ട് പോലും ഞങ്ങളവിടെ ചില ഹോട്ടലുകളിൽ താമസിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ കറസ്പോണ്ടൻറ്റ് അജിത് കുമാർ പോയതിന് ശേഷം അജിത് കുമാറിന് പകരം B. ബസന്ത് വന്നു. അദ്ദേഹത്തോടൊപ്പമാണ് പിന്നെ ബാക്കി യാത്രകൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഭുജിൽ പല ഹോട്ടലുകളിലും താമസിച്ചു. ഹോട്ടലുകളിൽ താമസിക്കാൻ ചെല്ലുമ്പോൾ ഹോട്ടലുകാർ തന്നെ പറയും ഇവിടെ താമസിക്കണ്ട, കാരണം ഈ ബിൽഡിങ്ങിൻ്റെ പല ഭിത്തികളും പൊട്ടി നിൽക്കുകയാണ്, ബുദ്ധിമുട്ടുണ്ട്, വിള്ളലുകളുണ്ട്. ഞങ്ങൾ ഹോട്ടലിലെ ജീവനക്കാർ പോലും പുറത്താണ് കിടക്കുന്നത്. അപ്പം നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ റൂം തരൂ, ഞങ്ങളവിടെ കിടക്കാം. അങ്ങനെ ഈ റൂം വലിയ പൈസയായില്ല, അവിടെ ഉണ്ടായിരുന്ന ചാർജിൽ ഒരു പകുതി ചാർജിന് ഞങ്ങൾക്ക് റൂം തന്നു. ഈ റൂമിൽ കിടക്കുമ്പം ഈ രാത്രിയിൽ ഒന്ന് മയക്കം പിടിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഭൂകമ്പത്തിൻ്റെ തുടർചലനങ്ങളുണ്ടാവും. ആ തുടർചലനങ്ങൾ വരുമ്പോഴത്തേക്ക് ബിൽഡിംഗ് ഒന്ന് ഇളവും. അപ്പോഴത്തേക്ക് നമ്മൾ ക്യാമറയും ഉടുതുണി എടുക്കാറില്ല, ഈ ഇട്ടിരുന്ന ഡ്രസ്സും ക്യാമറയും എടുത്തുകൊണ്ട് ഓടുകയല്ലാതെ ഉടുതുണി മറ്റ് ബാഗോ ഒന്നും എടുക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. കാരണം മറ്റ് ബാഗ് എടുക്കാൻ നമ്മൾ പോയാൽ ചിലപ്പോൾ ഇത് നമ്മുടെ തലയിൽ വീണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ ക്യാമറയും എടുക്കും, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താണോ, ലുങ്കിയാണെങ്കിൽ ലുങ്കി, നിക്കറാണെങ്കിൽ നിക്കർ, അതിട്ടുകൊണ്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓടി പുറത്ത് വരുമ്പം ഹോട്ടലിലെ ജീവനക്കാരെല്ലാം പുറത്ത്, ഞങ്ങൾ പറഞ്ഞില്ലേ സാറേ ഇവിടെ കിടക്കണ്ട എന്ന്. പിന്നെയും ഞങ്ങൾ പോയി കിടക്കും. ചിലപ്പം രാത്രി ഒരു തുടർച്ചലും കൂടെ ഉണ്ടായിരുന്നിരിക്കാം. പിറ്റേ ദിവസം ഞങ്ങൾ ആ ഹോട്ടലിൽ മാറും, വേറൊരു ഹോട്ടലിലേക്ക്. എല്ലാ ഹോട്ടലുകളിലും ഇതായിരുന്നു സ്ഥിതി. അതുകൊണ്ട് നമ്മൾ ഈ ഭുജിയിൽ നിന്ന് എടുക്കുന്ന ചിത്രങ്ങൾ 2 ദിവസം കൂടുമ്പം അഹമ്മദാബാദിൽ പോയി അയച്ച് അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച് പിറ്റേ ദിവസം തിരിച്ച് പിന്നെ ഭുജിലേക്ക് വരും. അങ്ങനെ റൊട്ടേഷൻ നടന്നുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് 8-10 ദിവസമായപ്പം അവിടെയുള്ള ജനങ്ങൾ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോ, കാരണം ഇതിൻ്റെ രൂക്ഷമായ സ്മെല്ലാണ്, ഈ ബോഡി ചീഞ്ഞതിൻ്റെ രൂക്ഷമായ സ്മെല്ലാണ്. ഓരോ ബിൽഡിംഗ് ഇടിഞ്ഞ് വീണ്, ഓരോ വീടുകൾ വീണ സ്ഥലങ്ങളിൽ ഈ രൂക്ഷമായ ഗന്ധമാണ് നമ്മുടെ മൂക്കിലേക്ക് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ തൂവാല വെച്ച് മുഖമൊക്കെ പൊത്തിയിട്ടാണ് പടമെടുക്കുക. അപ്പോൾ അവർ പറയും നിങ്ങൾ തിരിച്ചു പോകും, നിങ്ങൾക്ക് അസുഖം പിടിക്കും.
ഭയങ്കര ശക്തമായിട്ട് ഈ ഫാനും എല്ലാം കിടന്ന് ഭയങ്കര ശക്തമായിട്ട് ആടി ഉലയുക. അപ്പോഴത്തേക്ക് എനിക്ക് അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഭൂകമ്പമാണെന്ന്. മീഡിയ സെൻറ്ററിൽ ഉണ്ടായിരുന്ന സകല മനുഷ്യരും ഇറങ്ങി ഓടി. എന്നെ സംബന്ധിക്കുന്ന എൻ്റെ മനസ്സിൽ അപ്പോൾ ഉദിച്ചത് മറ്റൊന്നാണ്. കാരണം തൊട്ടടുത്ത ബിൽഡിങ്ങിൽ പ്രൈം മിനിസ്റ്റർ, സോണിയാഗാന്ധി, കോൺഗ്രസ് നേതാക്കൾ, മുഖ്യമന്ത്രിമാർ ഇത്രയും പേരുണ്ട്. ഇവർ ഇറങ്ങി പുറത്തോട്ട് ഓടി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ചിത്രം എനിക്കതിൽ നിന്ന് കിട്ടുമല്ലോ വെച്ച് ഞാൻ ക്യാമറമായിട്ട് ഇതിൻ്റെ ടെറസിലേക്ക് സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ താഴെ നിന്നുകൊണ്ട് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്, താഴെ ഇറങ്ങും, മുകളിലോട്ട് പോകരുത്, അപകടമാണ്.